ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിലെ 3rd യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിരുന്നു ദില്ലി മേ ഉനീദേ. അത് നമ്മൾ 2 പാർട്ടുകളായി പഠിച്ചു തീർത്തു. അതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കിയിരുന്നേ. ഒന്നാമത്തെ കിസിനെ കിസ്സെ കഹ, ആര് ആരോട് പറഞ്ഞു എന്നാണ് ചോദ്യം. എന്നിട്ട് സെൻറ്റൻസ് തരും, എന്നിട്ട് അത് ആരോട് പറഞ്ഞു എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ. ആപ്കാ മതലബ് ആപ് തബ്സെ സഡക് പർ ഹി ഹേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അന്ന് മുതൽ ഈ റോഡിൽ തന്നെ ആണോ എന്ന്. അത് പറഞ്ഞത് ലേഖികാനെ ആരാടാ? രാജാറാം സേ കഹ, ഓട്ടോവാലയായ രാജാറാമിനോട് ലേഖിക പറയുന്നു എന്നെഴുതുക. രണ്ടാമത്തെ മെയിം ആപ്കാ സോഫ ഗന്ദ നഹീം കർണ ചാഹ്താ ഹും, ഞാൻ താങ്കളുടെ സോഫ മലിനമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറഞ്ഞത് രാജാറാമിനെ ലേഖിക സേ കഹ, ലേഖികയോട് പറഞ്ഞു. അടുത്ത ആം ലോഗോं को आपके जीवन के बारे में पता चलेगा. സാധാരണ ആം ലോകം എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ, അവർക്ക് താങ്കളുടെ ജീവിതത്തെ പറ്റി അറിയാൻ കഴിയും. അത് പറഞ്ഞത് ലേഖികാനെ രാജാറാം സേ കഹ. അടുത്ത ആപ്കെ ലിയേ ഏക് അച്ഛാ ദിൻ ക്യാ ഹേ, അല്ലെ നിങ്ങൾ ക്യാ ഹോത്താ ഹേ, നിങ്ങൾക്ക് വേണ്ടി അല്ലെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ദിനം ഏതായിരുന്നു ചോദിച്ചത് ലേഖികാനെ രാജാറാം സേ കഹ. അടുത്ത നോക്കിയേ, ദോ വക്ത് ഹി റോട്ടി മിൽ ജായ് ഗനിമത്ത് ഹേ, 2 നേരം ആഹാരം കിട്ടിയാൽ അത് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞത് രാജാറാമിനെ ലേഖിക സേ കഹ. അടുത്ത ആപ്കെ പാസ് ഫി കോയി താക്കത്ത് നഹി ഹേ ആപ് ഫി മേരെ ജൈസേ ഹേ, താങ്കളുടെ പക്കലെ കാര്യമായിട്ടുള്ള താക്കത്ത് എന്ന ശക്തി ഇല്ല എന്നെനിക്കറിയാം. അതായത് കാര്യങ്ങൾ ചെയ്യാനുള്ള താങ്കൾക്കും ശക്തി ഇല്ല എന്നെനിക്കറിയാം, താങ്കളും എന്നെപ്പോലെ തന്നെ ആണ്. അത് പറഞ്ഞത് രാജാറാമാണ്. രാജാറാമിനെ ലേഖിക സേ കഹ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കിയേ. ഇസേ വാക്യ കിസ്സെ സംബന്ധിത ഹേ, ഈ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏതുമായിട്ടാണ് കൂടിച്ചേരുന്നത്, അതായത് എന്തിനോട് യോജിക്കുന്നതാണ് ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്ന വാക്യങ്ങൾ സെക്കൻഡ് കോളവുമായി യോജിക്കുന്നത് എഴുതുക എന്ന്. ഒന്നാമത്തെ കോളം നോക്കിയേ. സെക്കൻഡ് കോളത്തിലെ വ്യക്തികളുടെ പേരുകളും ഫസ്റ്റ് കോളത്തിൽ വാക്യങ്ങളുമാണ് തന്നിരിക്കുന്നത്. വ്യക്തികൾ രാജാറാം, സെൻഡി, ദയാലു, അമീർ ആത്മി, ലേഖിക എന്ന്. ഇനി ഫസ്റ്റ് കോളത്തിൽ വായിക്കാം. രാജാറാം കോ പുരാന ഓട്ടോ ലേ ദിയ, രാജാറാമിനെ പഴയ ഓട്ടോ വാങ്ങി നൽകി. ആരായിരിക്കും? ദയാലു, അമീർ ആത്മി എന്ന് എഴുതുക. അടുത്തത് റേഡിയോ കെ ലിയേ പ്രോഗ്രാം ബനാ റഹി ഹേ, റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നത് ആരാണ്? ലേഖിക. അടുത്ത നോക്കിയേ. പഹലെ ഗാവ് കെ കേത്തോ മേ മസ്ദൂരി കർത്താ ഥ, പഹലെ ആദ്യം ഗ്രാമത്തിലെ വയലുകളിൽ മസ്ദൂരി കർത്താ ഥ, കൂലിവേല ചെയ്യുകയായിരുന്നു ആരാ? രാജാറാം. അടുത്ത ഹാർഡ്വാർഡ് കെ ദിനോ മേ ലേഖിക കാ സാത്തി രഹ, ഹാർഡ്വാർഡിലെ ദിനങ്ങളിൽ ലേഖികയുടെ സാത്തി കൂട്ടുകാരിയായിരുന്നു സാൻഡി. അടുത്ത ബെച്ച്പൻ സേഹി ബാപ്പ് അന്ത ഹോ ഗയ, കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ അന്ധനായി മാറി. അത് രാജാറാമിൻ്റെ. അടുത്ത നോക്കിയേ. സാക്ഷാത്കാർ കി റെക്കോർഡിംഗ് കർ രഹാ ഹേ, സാക്ഷാത്കാർ ഇൻ്റർവ്യൂ അതിനുവേണ്ടി റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആരാ? സാൻഡി. അടുത്ത ചാന്ദിനി ചൗക്ക് മേ റിക്ഷ ചലാത്താ ഹേ, ചാന്ദിനി ചൗക്കിലെ സൈക്കിൾ റിക്ഷ ഓടിക്കുകയായിരുന്നു ആരാ? രാജാറാം എന്ന് ആക്കി കൊടുക്കണം. ഇതെല്ലാം എക്സാമിന് ചോദിക്കാൻ കൊള്ളാം. അടുത്ത നോക്കിയേ. വാക്യക്കോ സഹി ക്രം സേ ലിഖേ, തന്നിരിക്കുന്ന വാക്യങ്ങളെ 7 വാക്യങ്ങൾ തന്നിട്ടുണ്ട്, അത് സ്റ്റോറി അനുസരിച്ച് ക്രമത്തിലാക്കി എഴുതുക എന്ന്. നമുക്ക് വായിക്കാം. ഗാവുമേ സിർപ്പറെ ബോച്ച് ഠോത്ത രഹ, ഗ്രാമത്തിൽ തലയിലെ ഭാരം ചുമക്കുന്ന ജോലി ആയിരുന്നു. 2 ബാരിഷ് മേം ഉസ്കാ ഗർ ടഹ് ഗയ, മഴയിൽ അവരുടെ വീട് നശിച്ചുപോയി. 3 ആട്ട് സാൽ തക്കെ സൈക്കിൾ റിക്ഷ ചലാത്ത രഹ, 8 വർഷം വരെ സൈക്കിൾ റിക്ഷ ഓടിക്കുക ആയിരുന്നു. അടുത്ത ദില്ലി ജാനേക്ക നിശ്ചയിക്കുക, ദില്ലിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അടുത്ത അപ്പനെ ഗാവ് സേ കാൺപൂർ ഗയ, അവരുടെ ഗ്രാമത്തിൽ നിന്ന് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് കാൺപൂരിലേക്ക് പോയി. അടുത്ത ഓട്ടോ കോഹി അപ്പന ഗർ ബനായ, ഓട്ടോ അദ്ദേഹത്തിൻ്റെ വീടാക്കി മാറ്റി. 1.5 സാൽ തക്കെ മുഫ്ത് മേ സേവ കർത്താ രഹ, 1.5 വർഷ കാലയളവ് അദ്ദേഹത്തെ സേവിച്ചു. ഇത് നമുക്ക് സ്റ്റോറി അനുസരിച്ച് ക്രമത്തിലാക്കണം. ഒന്നാമത്തെ നോക്കിയേ. ബാരിഷ് മേ ഉസ്കാ ഗർ ടഹ് ഗയ, അതാണ് ഒന്നാമത്തെ. മഴയിൽ അദ്ദേഹത്തിൻ്റെ വീട് തകർന്നു പോയി. 2 ഗ്രാമത്തിലെ സിർപ്പറെ ബോച്ച് ഠോത്ത രഹ,
ഗ്രാമത്തിൽ അദ്ദേഹം എന്താ ചെയ്ത തലയിലെ ഭാരം ചുമക്കുന്ന ജോലി ആയിരുന്നു. 3 എന്താ നോക്കിയേ, ദില്ലി ജാനേക്കാ നിശ്ചയിക്കുക, ദില്ലിയിലേക്ക് പോകണം എന്ന് തീരുമാനിച്ചു. 4 അപ്പനെ ഗാവ് സെ കാൺപൂർ ഗയ, ഗ്രാമത്തിൽ നിന്ന് കാൺപൂരിലേക്ക് പോയി. 5 നോക്കിയേ, 8 സാൽ തക്കെ സൈക്കിൾ റിക്ഷ ചലാത്ത രഹാൻ, 8 വർഷം വരെ സൈക്കിൾ റിക്ഷ ഓടിക്കുകയായിരുന്നു. അടുത്ത 6 1.5 സാൽ തക്കെ മുഫ്തമേം സേവ കർത്താ രഹ, അതായത് 1.5 വർഷ കാലയളവ് അദ്ദേഹത്തെ സേവിച്ചു. അടുത്ത നോക്കിയേ, ഓട്ടോ കോഹി അപ്ന ഗർ ബനായ, ഓട്ടോ അദ്ദേഹത്തിൻ്റെ വീടാക്കി മാറ്റി. അങ്ങനെ എഴുതി കൊടുക്കുക ഓർഡറിലെ കേട്ടോ. ഇനി അടുത്ത ടേബിളാണ് തന്നിരിക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കണം. 1ാമത്തെ കോളത്തിൽ സംജ്ഞ, 2nd കോളത്തിൽ ശബ്ദം, 3rd കോളം അർത്ഥേ, അതായത് ബേ എന്ന ഉപസർഗം ചേർത്ത് വേണം എഴുതാൻ 2nd കോളം ശബ്ദം എഴുതുമ്പോൾ കേട്ടോ, നോക്കിയിരിക്കണം. 1ാമത്തെ കോളം നമുക്ക് എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. ഗർ എന്ന് വെച്ചാൽ 2ാം കോളം ബേ ചേർത്ത് ഉപസർഗം ബേ ചേർക്കുമ്പോൾ ബേക്കറായി, ബേക്കർ അതിൻ്റെ അർത്ഥം ജിസ്ക കോയി ഗർ ന ഹോ, ആർക്കാണോ വീട്, ആർക്ക് ഏത് വ്യക്തിക്കാണോ വീടില്ലാത്തത്. 2ാമത്തെ നോക്കിയേ, ഫിക്ർ എന്ന് വെച്ചാൽ ചിന്ത, അത് ബേ ഫിക്ർ എന്നാക്കണം ബേ ചേർത്ത്. ജിസ്കി കോയി ഫിക്ർ ന ഹോ, ആർക്കാണോ ചിന്തയില്ലാത്തത്. 3 കാമാണ്, അത് ബേക്കാം, അതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത്. ബേക്കാം എന്ന് വെച്ചാൽ ജോലി, ജോലിയില്ലായ്മ. ജിസ്ക കോയി കാം നഹോ, ആർക്കാണോ ജോലിയില്ലാത്തത്. ഇനി ഫസ്റ്റ് കോളമാണ് നമുക്ക് എഴുതേണ്ടത്. 2nd കോളം ബേനാം തന്നിട്ടുണ്ട്, ഫസ്റ്റ് കോളം നാം എഴുതുക, പേര്. അടുത്ത ബേനാം, ജിസ്ക കോയി നാം നഹോ, ആർക്കാണോ പേരില്ലാത്തത്. അടുത്ത ഫസ്റ്റ് കോളം എന്താന്ന് നോക്കിയേ, ഫസ്റ്റ് കോളം ഹോശാണ്, ഹോശ് എന്ന് വെച്ചാൽ ബോധം. 2nd കോളം ബേ ഹോശ് എന്ന് എഴുതുക, ജിസ്ക കോയി ഹോശ് നഹോ, ആർക്കാണോ ബോധമില്ലാത്തത്. അടുത്ത ഫസ്റ്റ് കോളം ബ്ലാങ്ക് ആണ്, നമ്മൾ എഴുതണം. 2nd കോളം ബേ ശർമ്മ ഉണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് കോളം ശർമ്മ എന്നാക്കുക. ആ കോളത്തിലെ ശർമ്മ, 2nd കോളം ബേ ശർമ്മ, 3rd കോളത്തിലെ ജിസ്ക കോയി ശർമ്മ നഹോ, ആർക്കാണോ ലജ്ജയില്ലാത്തത്. അടുത്ത 1ാമത്തെയും 3ാമത്തെയും കോളം നമ്മൾ എഴുതണം. 2ാം കോളം തന്നിട്ടുണ്ട്, അത് ബേ ഹിസാബാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളം ഹിസാബ് എന്ന് എഴുതുക, 3rd കോളത്തിലെ ജിസ്ക കോയി ഹിസാബ് നഹോ എന്നെഴുതി കൊടുക്കുക. അതാണ് അത്. കൃത്യമായിട്ട് അതിൽ എക്സാമിന് ചോദിക്കാം. ഇനി അടുത്ത് നോക്കിയേ, അത് തന്നിരിക്കുന്നത് ടെൻസാണ്, ഫ്യൂച്ചർ ടെൻസാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാൻ കാരണം ഇപ്പോൾ ഇത് പറഞ്ഞു പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ടെൻസായിട്ട് ക്ലാസ് എടുക്കും, അന്നേരം പഠിക്കാൻ ഫ്യൂച്ചറാണ്. നോക്കിയേ, അടുത്ത ആക്ടിവിറ്റി നോക്കിയേ, തന്നിരിക്കുന്ന യോജകാണ്, ശ്രദ്ധിച്ചിരിക്കണം. യോജകൻ ന എന്ന യോജകാണ്. യോജകം എന്ന് വെച്ചാൽ 2 സെൻറ്റൻസുകളെ ന ചേർത്ത് കണക്ട് ചെയ്യുക എന്നാണ്, ഒന്നിക്കുക എന്നാണ്. 2നെ ഒന്നാക്കി മാറ്റണം, ന ചേർത്ത്. നോക്കി എക്സാമ്പിൾ, ഉസ്കി ഖാൻസി നഹി രുക്തി ഹേ, അദ്ദേഹത്തിൻ്റെ ഖാൻസി നഹി രുക്കിന നിന്നില്ല. ഉസ്കാ ഓട്ടോ നഹി രുക്ത ഹേ, അദ്ദേഹത്തിൻ്റെ ഓട്ടോയും നിന്നില്ല. അത് നമുക്ക് ന ചേർക്കുമ്പോൾ 1ാമത്തെ സെൻറ്റൻസിൻ്റെ ആദ്യം ന എന്ന് ചേർക്കണം. എന്നിട്ട് ആ സെൻറ്റൻസിലെ നഹീം എന്ന വാക്ക് എഴുതരുതേ. 2ാമത്തെ സെൻറ്റൻസിൻ്റെ ആദ്യവും ന ചേർത്തിട്ട് അതിനകത്ത് ഏത് വാക്കാണോ ഫസ്റ്റ് സെൻറ്റൻസിൽ ഇല്ലാത്ത അത് എഴുതുക. നമുക്ക് നോക്കാം. ന ഉസ്കി കാൻസി രുക്തി ഹേ ന ഓട്ടോ എന്നാകുമ്പോൾ ആൻസറായി. അതുപോലെ നിങ്ങൾ തനിച്ചെഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്, നോക്കിയിരിക്കുക. വായിക്കാം. അമൻ കോ തമിഴ് നഹീം ആത്തി ഹേ, അമന് തമിഴ് അറിയില്ല. അമൻ കോ തെലുങ്കു നഹീ ആത്തി ഹേ, അമന് തെലുങ്കുവും അറിയില്ല. അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം ഉത്തരം? ന അമൽ കോ തമിഴ് ആത്തി ഹേ ന തെലുങ്കു എന്നാക്കി മാറ്റണം. ഇനി അടുത്ത് നോക്കിയേ. ദീദി ചായ നഹീം പീത്തി ഹേ, ദീദി എന്ന് വെച്ചാൽ ചേച്ചി ചായ കുടിക്കില്ല. ദീദി ഷർബത്ത് നഹീം പീത്തി ഹേ, ദീദി ഷർബത്തും കുടിക്കില്ല. നമുക്ക് എഴുതുമ്പോൾ ന ദീദി ചായ് പീത്തി ഹേ ന ഷർബത്ത് എന്നാക്കി കൊടുക്കുക. ഇനി അടുത്ത് നോക്കിയേ. നാനിക്കോ സിനിമ പസന്ത് നഹീം, നാനിക്കോ നാടക പസന്ത് നഹീം. നാനി മുത്തശ്ശിക്ക് സിനിമ പസന്ത് ഇഷ്ടമല്ല, മുത്തശ്ശിക്ക് നാടകവും ഇഷ്ടമല്ല. നമ്മൾ എഴുതുമ്പം നാനിക്കോ സിനിമ പസന്ത് ഹേ ന നാടക് എന്നെഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് അത് എഴുതുന്നത്, ന എന്ന യോജക് കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചിരിക്കണം. മറ്റ് യോജകങ്ങളുണ്ട്, അത് പിന്നീട് പഠിപ്പിക്കും. അപ്പോൾ ബാക്കി ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സുകളിൽ തരും, ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണം, മറ്റുള്ള കുഞ്ഞുങ്ങളിലേക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.